ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ആണ്, പാർട്ട് ബൈ പാർട്ടായിട്ട് ഇടാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ്. നമ്മളങ്ങനെ ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലോട്ടാണ് പോകുന്നത്. 2 days നമ്മൾ പട്ടായയിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അവർ നമുക്ക് കുടിക്കാനൊരു ഫ്രൂട്ടിയും പിന്നെ ഈ പൈനാപ്പിൾ പൈയും തന്നു. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ പൈനാപ്പിൾ പൈ. നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര ടേസ്റ്റാണ്. പപ്സിനകത്ത് നമ്മൾ ശരിക്കുള്ള പൈനാപ്പിളില്ലേ, അതിന് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി വിശന്നിട്ട് ഇരുന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര സൂപ്പറായിരുന്നു. നമ്മൾ ബാങ്കോക്കിൽ എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പട്ടായയിലോട്ടാണ്. അപ്പോൾ പട്ടായയിലെ നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ബാങ്കോക്കിൽ നിന്ന് പട്ടായയിൽ എത്തുന്ന വഴികൾ കാണാം. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ വീട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീടാണോ അവർ എന്തെങ്കിലും ഇതാണോ എന്നറിയില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഓടിട്ടൊരു വീടില്ല നമ്മുടെ നാട്ടിലെ. ശരിക്കും ബിൽഡിംഗ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ പോലെയാണ്. നിറച്ച് തെങ്ങും തോപ്പും വാഴത്തോപ്പും അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ശരിക്കും നമ്മൾ കണിക്കുന്ന എന്തുമാത്രം കണിക്കുന്ന ഞാൻ കണ്ടെന്നറിയാമോ. ബാങ്കോക്കിൽ നമ്മുടെ കണിക്കുന്ന ശരിക്കും നമ്മുടെ ക്ലൈമറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര സാമ്യമുള്ള സ്ഥലമായിരിക്കും. നമ്മുടെ നാട്ടിലേക്കാൾ ചൂടാണ്. അങ്ങനെ വലിയൊരു വ്യത്യാസമില്ല. അതുകൊണ്ടായിരിക്കാം. വാഴ കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ വാഴ. ഇത് ശരിക്കൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലോട്ട് പോകുന്ന ആ വഴിയാണ്. മൊത്തത്തിൽ ഇൻഡസ്ട്രിയൽ ഏരിയ, ഭയങ്കര സിറ്റിയോ അങ്ങനെയൊന്നുമല്ല, സാധാരണ ഇതാണ്. ഭയങ്കര ഒരു നാട്ടും പ്രദേശം പോലത്തെ ഒരു ഏരിയയാണ്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും നമുക്കൊരു വ്യത്യസ്തമായി തോന്നിയത് ഒരു ബൈക്കിൻ്റെ ലുക്കാണ് ഇവിടുത്തെ സ്കൂട്ടറിന്. അത് എനിക്ക് മാത്രമാണ് തോന്നിയത്, എനിക്കറിയില്ല. ഭയങ്കര ലുക്കാണ്. അങ്ങനത്തെ ബൈക്ക് സ്കൂട്ടർ ഇവിടെ നാട്ടിലുണ്ടായിരിക്കും. ഞാൻ കാണാത്തയാണോന്നും അറിയത്തില്ല. ഞാൻ നമ്മുടെ പോലത്തെ ഒരു സ്കൂട്ടർ പോലും ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ, സത്യം. ഇതുപോലെ ഭയങ്കര രസമുള്ള സ്കൂട്ടേഴ്സാണ് കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പോകുന്ന വഴി തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഇതാണ് ആമിങ്ങനെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണേ ഏതാ സ്ഥലമെന്ന്. ടൈഗർ പാർക്ക്. ആമിങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു ടൈഗർ പാർക്ക്. കാരണം ഞാൻ ജസ്റ്റ് നമ്മളിങ്ങനെ ചുമ്മാ തായ്ലാൻഡ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ടൈഗറിൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ കാണുന്നത്. അപ്പോൾ അമ്മ എനിക്കും തൊടണം. പക്ഷെ അവരവിടെ ചെന്നപ്പോൾ നമ്മളിങ്ങനെ ആമയ്ക്ക് തൊടണം. എനിക്കറിയത്തില്ല വെറുതെ കാശ് പോകുന്നൊന്നും എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ല. എനിക്കൊന്നും നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈഗറിൻ്റെ സൈസ് അനുസരിച്ചാണ് റേറ്റ്. ഇപ്പോൾ ആമയ്ക്ക് കുഞ്ഞ് ടൈഗറേ പറ്റത്തുള്ളൂ. എനിക്കൊന്ന് കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് കുഞ്ഞ് ടൈഗറാണ്. ഇത് ഞങ്ങാണ്ട് 800 ബാത്താണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 2000 rupees എബോവ് വരും. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് അതിന് തൊട്ടില്ലെങ്കിൽ നമ്മുടെ കാശ് പോയി. പക്ഷെ അവൾക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. അവൾ കണ്ട നല്ല കൂളായിട്ട് തന്നെയാണ്. അവൾ എന്നെപ്പോലെയേ അല്ല, അവൾക്ക് അത്യാവശ്യം നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. എനിക്ക് ഭയങ്കര പേടിയാട്ടോ സത്യത്തിൽ. പൂച്ച വരെ തൊടാനല്ല കണ്ടാൽ പേടിക്കുന്ന ആളാണ് ഞാൻ. പൂച്ച അങ്ങനെ ഫെദറി ആയിട്ടുള്ള സാധനമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഫെദറി മീൻസ് അതിൻ്റെ അങ്ങനെ എനിക്ക് തൊടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് തൊട്ടതിന് ശേഷം നന്നായിട്ട് കൈയൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ജ്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തൊട്ടിട്ടുടഞ്ഞ് ജ്യൂസ് കുടിക്കുന്ന വീഡിയോ. ഭയങ്കര ചെറിയൊരു ഏരിയയിലാണിത്. ഒരുപാട് സ്പേഷ്യസ് ഒന്നുമല്ല. കുറഞ്ഞ സ്പേഷ്യസ് മീൻസ് അങ്ങനെയല്ല, ഒരുപാട് നടക്കാനോ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞ് ഏരിയയാണ്. അപ്പോൾ അവിടെ കുറേ ടൈഗേഴ്സ് ഉണ്ട്. പല സൈസ്, പല ഇതിൽ നമുക്ക് ഏത് വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടോ അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ലൈറ്റ് മീൻസ് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കരുത്, അവരെ ഫീഡ് ചെയ്യരുത്, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പല ടൈപ്പ്, പല വലിപ്പത്തിൽ, മൊത്തത്തിൽ ടൈഗറാണ്. കുറേ ടൈഗേഴ്സ് കാണും അവിടെ. അങ്ങനെ നമ്മൾ ഇത്രേ ഉള്ളൂ, മൊത്തത്തിൽ ഇത്രേ ഉള്ളു. നമ്മളപ്പോൾ അത് കഴിഞ്ഞു. നമ്മളിനി അടുത്ത് പോവാണ്. As of now, almost 1:30. We're going to do lunch first. So, okay, after we get the ticket, I will take you inside the floating market, and then we'll go to the restaurant. We'll have lunch first, and after lunch, we'll come to the floating market available for you. But please make sure do not fold this. Okay, beside the elephant statue over here.
നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇതൊക്കെ ഞാൻ ഷോർട്സ് ഇടാമെന്ന് വെച്ച് ജസ്റ്റ് എടുത്തതാണ്. അതാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇവിടെ ഫുള്ള് ഇവിടെ രാജഭരണമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ രാജാവിൻ്റെ ഒക്കെ പല ടൈപ്പിലെ ഫോട്ടോസും പിന്നെ അവരുടെ ഈ സംഭവം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അവരെന്തൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഞാനത് കഴിഞ്ഞ് പതുക്കെ പുറകിലാണ് പോയത്. ഇത് അവരുടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ആക്കാം. കണ്ടിട്ട് കുറേ ആൾക്കാരുടെ പ്രതിമ പോലൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ ആരാണ്. പിന്നെ ഇവിടെ കണ്ണൂരിലൊക്കെ എന്തൊക്കെയോ ഇതും അവിടുത്തെ എനിക്കൊന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള വീടിൻ്റെയൊക്കെ പടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഈ ചുമലിനുള്ളത് ഫുള്ള് ഇവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോസാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ എൻട്രൻസ് ആണിത്. ഇവിടെ ഫുള്ള് പല കടകളാണ് കേട്ടോ. അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് വെക്കുന്ന കട, ഫുഡ്, ഡ്രസ്സ്, അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ അവിടെ ട്രഡീഷണൽ ഡ്രസ്സസ് ഉണ്ട്, നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഫ്രെയിം എടുക്കാം, അങ്ങനെ പലതുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ ഗൈഡ് പറഞ്ഞിരുന്നു ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു മാർക്കറ്റിൽ പോയി സാധനം മേടിക്കുന്നേക്കാളും ഇരട്ടി റേറ്റിലായിരിക്കും സാധനം നമുക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഷോപ്പിങ്ങിന് വേണ്ടി നിൽക്കേണ്ട. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രൈസ് കൂടുതലായിരിക്കും ഇവിടെ. അതുകൊണ്ട് നിങ്ങളൊന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മാർക്കറ്റിൽ പോകാം. പിന്നെ നമ്മുടെ ഇഷ്ടം. പിന്നെ മേടിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് മേടിക്കുക എന്ന് അവരെടുത്ത് പറഞ്ഞിരുന്നു. ഭയങ്കര പൈസ. നമുക്ക് ഇച്ചിരി വേറെ അടുത്ത് പോയി മേടിക്കാം. ഇത് എത്രയാന്ന് വെള്ളത്തിൽ ഇറങ്ങണം. എൻ്റെ ഉണ്ണിക്കുള്ളിന് വെള്ളത്തിൽ ഇറങ്ങണം. ശരിക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മൊത്തത്തിൽ നമ്മുടെ ഫുൾ ഫ്ലോട്ട് ചെയ്യുമായിരിക്കും, ചുറ്റും വെള്ളം. അപ്പം ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ച് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് ഫുഡും. പിന്നെ അത് ഇവിടെ കണ്ടോ, നല്ല രാത്രിയിലൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഒരു പുറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമുക്ക് അകത്തായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഷോർട്സെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആമി ഒരിടത്ത് ഇരുത്തുക എന്നാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. കാരണം അതൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ആമിയെ കൊണ്ടൊരു സീറ്റിലിരുത്തി. കാരണം ആമി ചോറുണ്ണാറില്ല. അതുകൊണ്ട് പക്ഷെ വേറൊരു കാര്യം, ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡായ കാരണം ഇതിലെന്തായാലും ചപ്പാത്തി അല്ലെങ്കിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് ഞാൻ എന്ത് ചെയ്തേനെ എന്തോ അവരുടെ കൊട്ടുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. ഞങ്ങളും ജസ്റ്റ് ഒന്ന് കൊട്ടിയൊക്കെ നോക്കി. പക്ഷെ നല്ല എൻ്റെ ഒരു നമ്മുടെ നാട്ടിലുള്ള എന്തോ ഇതുപോലൊക്കെ തന്നെ, എനിക്കെൻ്റെ പേരറിയില്ല കേട്ടോ. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ കണ്ടു. പിന്നെ നമ്മളിനി ജസ്റ്റ് നമ്മളൊരു ബോട്ടിങ് പോലൊരു സെറ്റപ്പ്, ബോട്ടിങ് നമ്മുടെ ഒരു സ്പീഡ് ബോട്ട് പോലെ ഉണ്ട്, വള്ളം പോലെ ഉണ്ട്. സത്യത്തിൽ എനിക്ക് മിസ് ചെയ്തു വള്ളം പോലെ കയറുന്നതായിരുന്നു ഒന്നുകൂടെ രസം എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതിനകത്തൂടെ നടക്കാൻ നല്ല രസമാണ്, വെയിലൊന്നും കൊള്ളണ്ട കേട്ടോ. ഇങ്ങനെ കടകളാണ്, രണ്ട് സൈഡും കടകളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ഒരു ബോട്ടിലാണ്. നമ്മളിപ്പോൾ ഒരു റൗണ്ട് അടിക്കും, ഈ മാർക്കറ്റിന് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് ഇവിടുന്ന് കയറി വേറെ അടുത്ത് പോയി ഇറങ്ങും, അത്രയേ ഉള്ളൂ. ബീച്ച് വെയേഴ്സ് പോലത്തെ ഡ്രസ്സൊക്കെ ഇവിടെ കിട്ടും. പക്ഷെ ഞാൻ വില പോലും ചോദിച്ചില്ല. അവർ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെപ്പറ്റി നോക്കിയേയില്ല.
കാരണം നമ്മൾ വെറുതെ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഫോറിനേഴ്സ് അത് കാണുമ്പോൾ ഒന്നുകൂടെ നമ്മൾ പ്രൈസ് അവർ കൂട്ടിയേ പറയും. നമുക്കിവിടെ പറ്റി ഒരു ഐഡിയ ഇല്ല. പിന്നെ മുമ്പ് തന്നെ നിങ്ങൾ വില കണ്ടല്ലോ, ഒരു സുവനീറിന് തന്നെ ഒരു കുഞ്ഞി സുവനീർ ചെറിയ നമ്മൾ ഫ്രിഡ്ജ് മാഗ്നറ്റിന് ഒരു 80 ബാത്തൊക്കെ 80 ബാത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 200 ഒക്കെ ആവും. അപ്പോൾ ഒരു ചെറിയ സാധനത്തിന് അത്രയും റേറ്റ്. അപ്പം ബാക്കിയുള്ള സാധനത്തിൻ്റെ കാര്യം പറയാനില്ല. പിന്നെ എന്താ നമ്മളിപ്പം എന്തായാലും ഫസ്റ്റ് നമ്മൾ ബോട്ടിങ്ങിനാണ് പോകാൻ പോകുന്നത്. ഇച്ചിരി നടത്തിച്ചിരി അപ്പോൾ അവർ നമുക്ക് ചെറിയൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. താഴെ കണ്ട ആരോ മാർക്ക് അവിടെ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ ആരോ മാർക്ക് നോക്കി വേണം നടക്കാൻ. ഇപ്പോൾ നമ്മളെല്ലാം സ്പ്ലിറ്റായി പോകും, കാരണം ഒരു ബോട്ടിൽ ഇത്രയും പേർ കൂടെ കയറാൻ പറ്റില്ല. അപ്പം അവിടെ അപ്പുറ സൈഡ് എത്തുന്ന ആൾക്കാർ ആ ആരോ നോക്കി നടക്കണം എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇത്രയും വലിയൊരു ഏരിയയിൽ നമ്മൾ ഇവിടോട്ട് നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അവർ അത് നോക്കി നടക്കണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞ അവസാനം നമ്മൾ ബോട്ടല്ല കേട്ടോ, ഒരു ചെറിയ വഞ്ചിയോ എന്താണ് ഇതിന് പറയുക, ഒരു സ്പീഡ് ബോട്ടായിരുന്നു കേട്ടോ. സ്പീഡ് ബോട്ട് പോലത്തെ സാധനം. വഞ്ചി വേറെ ഉണ്ട്, രസമാണ്. അതാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. നമ്മൾ കയറിയ സംഭവം ഒരു മീഡിയം ഹൈറ്റാണ്. വേറൊരു സംഭവമുണ്ട് ഭയങ്കര ഹൈറ്റിൽ, അത് കുറച്ചുകൂടെ നമ്മുടെ ഹൗസ് ബോട്ട് പോലെ ഫീൽ ചെയ്യും. വേറൊരെണ്ണം ചെറിയ നമ്മൾ ഈ കുഞ്ഞി തോണിയില്ലേ നമ്മളിങ്ങനെ ഈ തുഴഞ്ഞു പോകുന്ന അങ്ങനത്തെ, എനിക്ക് സത്യത്തിൽ അതിനകത്ത് കയറാനായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് ഇതാണ്. അപ്പുറം നമ്മൾ എത്തി. ഈ സാധനം കണ്ടോ, ദൂറിയൻ. ഭയങ്കര സ്മെല്ലുള്ളത്. അത് ഞാൻ കഴിച്ചു കേട്ടോ. ഇവിടെ നിന്നല്ല വേറെടുത്ത് കഴിച്ച്. എനിക്ക് കഴിക്കാനൊക്കെ പറ്റും. അത്ര ഭയങ്കര ഒരു വൃത്തികെട്ട മണമൊന്നുമില്ല കേട്ടോ. ഈ ഷോ എല്ലാവരും ഇങ്ങനെ കാണിക്കുന്ന അത്ര പ്രശ്നക്കാരാണ്, പക്ഷെ ഭയങ്കര സ്മെല്ലാണ്. നമ്മളിപ്പം അത് മേടിച്ച് ഇതിലൊന്നും കൊണ്ടുപോകരുത്. എന്താ പറയുക, ഫ്ലൈറ്റിലോ ഹോട്ടലിലൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് ഫൈൻ അടിക്കും. പൈനാപ്പിൾ ഉണ്ട്, ആ കുഞ്ഞി പൈനാപ്പിൾ എന്തൊരു മധുരമായിരുന്നു എന്നറിയോ, ഭയങ്കര സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ പല പല ഫുഡ് ഐറ്റംസ് ആണുള്ളത് രണ്ട് സൈഡിലും. നമുക്കങ്ങനെ ഒരു കൊതിയൊന്നും വരത്തില്ല കേട്ടോ കണ്ട്. ഞാൻ പറയാം, അയ്യോ നമ്മളിപ്പോൾ നമുക്ക് വിശന്നിരുന്നാലും നമുക്ക് വലിയൊരു കൊതി. മുതല വായൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. മുതല ഫ്രൈ എല്ലാം നമുക്കിവിടെ കിട്ടും. മാംഗോ വെച്ചിട്ടുള്ളൊരു എന്തോ ഒരു ചപ്പാത്തിക്കകത്ത് എന്തോ ഒരു സാധനം. പിന്നെ ഇങ്ങനത്തെ ഐസ്ക്രീം, ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീംസ്. ഇത് ശരിക്കും കഴിക്കേണ്ടതായിരുന്നെന്ന് എനിക്ക് തോന്നി, പക്ഷെ ഞാൻ കഴിച്ചില്ല. നല്ല സൂപ്പർ ചൂടാണ്. ഇവിടുന്ന് ഞാൻ ട്രൈ ചെയ്ത സാധനങ്ങൾ, ഒന്ന് നമ്മൾ മുതല ഫ്രൈ കഴിച്ചു. പിന്നെ കഴിച്ചത് ഇത് എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ.
ഇവിടുത്തെ മാംഗോയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റാണ്. മാംഗോ ജ്യൂസ് കുടിച്ചു. അയ്യോ അതിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, ഞാൻ ആ വീഡിയോ കൂടെ ആഡ് ചെയ്യാം. ഭയങ്കര രസമാണത്, അത്ര സൂപ്പറാണ്. പിന്നെ കുടിച്ചത് തായ് ടീ ആണ്. തായ് ടീ വലിയ ഗുണമൊന്നുമില്ല. ബിസ്ക്കറ്റ് ഇട്ട് കുടിക്കുന്നപോലെ. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പട്ടായയിലെ ഹോട്ടൽ റൂമിലെത്തി. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് വൈകിട്ട് 5:30-ക്കാണ്. 5:30-ക്ക് അൽത്താസ ഷോ കാണാൻ പോകും. അപ്പോൾ അത് ഇനി റെഡി ആകുമ്പോൾ കാണാം. ബൈ. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു ബുദ്ധൻ്റെ ഒരു ചെറിയൊരു അമ്പലം പോലത്തെ സംഭവം, ഇതിൻ്റെ പേരെന്താണ് ഇവിടെ പറയുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്നുണ്ട് ജ്യൂസൊക്കെ സ്ട്രോയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. ആദ്യം വിചാരിച്ചത് നമ്മൾ, പക്ഷെ ഇപ്പോഴും അതിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം അതൊരു ഇഷ്യൂ വേണ്ട. Time, so then we can come back and cover all of the things. For Pattaya Coral Island tour, the dress code should be short, slipper, t-shirt, no shoes, no jeans, because you have to walk through the sea to get in speedboat. If you're wearing shoe or jeans, it could be damaged by the sea water. Yeah, and also carry one small bag with you to keep your mobile camera and some currency, because over there they will have some water activity which is not included in the package. In your package, once we reach there, I will give you the ticket. So in the ticket they will have seat number written in that. So please sit according to your seat number. And after show over, വീഡിയോ പ്രൊഹിബിറ്റഡ് ആണ്, ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ചെറിയ ക്ലിപ്പൊക്കെ എടുത്ത്. പക്ഷെ കുറേ പേര് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ വെറുതെ അവരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ എന്നോർത്താണ് എടുക്കാതിരുന്നത്. ഭയങ്കര സുന്ദരികളായ ആൾക്കാരെ കാണണമെങ്കിൽ നമ്മൾ അൽക്കസ ഷോയിൽ തന്നെ പോകണം. എന്തു രസം കാണാനെന്നറിയോ. അയ്യോ, ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കും. എന്ത് ഭംഗിയാണെന്നറിയോ ഇവരെ കാണാൻ. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി പോലെ വന്ന ആളാണേ. ഇവരാണ് എന്തോരു സുന്ദരി. ഇവരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ. കൊണ്ട് ഒരാൾ വന്നിരിക്കുന്ന, നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി. ഇവരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങനെ എടുക്കണമെന്നില്ലായിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും എടുത്തില്ല. പോയി ആണുങ്ങൾ മിക്കവരും പോയി ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സുന്ദരികളാണ്. എൻ്റെ കൂടെ ഒരു ട്വിസ്റ്റും കൊണ്ടുണ്ട്. ഇവരാരും പെണ്ണുങ്ങളല്ല, ഇവരെല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സാണ്. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇവർ വിളിക്കുന്ന ലേഡി ബോയ് എന്നാണ്. അപ്പോൾ നമുക്ക് ലേഡി ബോയ് എന്ന് പറയും. ഇവരെല്ലാവരും ലേഡി ബോയ്സ് ഉണ്ട്. കണ്ടാൽ പറയോ, പെണ്ണുങ്ങൾ മാറി നിൽക്കുക, അത്രയ്ക്ക് സുന്ദരികളാണ്. ഈ ഷോ കഴിഞ്ഞ് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ബസ് വന്നിട്ടില്ല. അപ്പം നമ്മൾ അടുത്തുള്ളൊരു മാർക്കറ്റിലോട്ട് ജസ്റ്റ് പോകാമെന്ന് വെച്ചു. ആ ലൈറ്റ് കാണുന്ന സ്ഥലമാണ് മാർക്കറ്റ്. എൻ്റെ ഇത് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൊരു മാർക്കറ്റ്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോകാമെന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ്.
മാമിക്ക് വിശന്നിട്ട് വയ്യ. പിന്നെ നമ്മളൊരു കസേരയിൽ അവളെ ഇരുത്തിയിട്ട് ഈ കടയിൽ നിന്ന് ന്യൂഡിൽസ് വേണം എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചതാണ് വേറെ എന്തെങ്കിലും പോരെ, അപ്പം നൂഡിൽസ് തന്നെ വേണം. നൂഡിൽസ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ മാഗി ഇപ്പി അങ്ങനത്തെ ഉള്ള പാക്ക് കിട്ടത്തില്ല, അതുപോലത്തെ ഒരു പാക്ക് വെച്ചാണ് അവരും ഉണ്ടാക്കി കൊടുത്തത്. വെറുതെ പൈസ പോയി, അവൾ കഴിച്ചില്ല. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ വന്ന് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്തൊരു 7-Eleven പോയതാണ്. 7-Eleven എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു 3-4 ഉണ്ട്. അവിടെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് സാധനം കിട്ടുന്ന ഒരു കടയാണ് 7-Eleven. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അവിടെ നമുക്ക് ഇവിടെ കിട്ടാത്ത വെറൈറ്റി എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് പോയതാണ്. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അമീർ ഖാൻ ആണോ അവിടെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ അല്ലറ ചില്ലറ സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി. കാരണം നാളെ രാവിലെ നമുക്ക് ഇറങ്ങണം ഹോട്ടലിൽ നിന്ന്. നാളെ നമ്മൾ പോകുന്നത് കോറൽ ഐലൻഡിലാണ്. കോറൽ ഐലൻഡിൽ ഭയങ്കര കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു ഐലൻഡാണ്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.